ഈ വിപണിയിലേക്ക് അതിന്റെ പ്രതിഫലനം വരുന്നതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സംസാരിച്ച ആളുകൾ അവർ പറയുന്നത് പഴയ റേറ്റിൽ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നതെന്നുള്ളതാണ്. അതിന് ഈ ബില്ലിംഗ് ഒക്കെ സംവിധാനങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിനുള്ള അപ്ഡേറ്റ് ആയതിനു ശേഷം മാത്രമേ ഈ വിലയിൽ മാറ്റം ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ സാധനം വാങ്ങാൻ വന്ന ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം. GST പരിഷ്കരണമൊക്കെ വന്ന് ഒന്നും അറിയില്ല. അല്ല, അതില് നിങ്ങൾ സാധനം വാങ്ങാൻ വന്നിട്ടേ പഴയ വിലയും പുതിയ വിലയും പുതിയ വിലക്കുറവ് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ വില നോക്കാറില്ല. അപ്പൊ കാണുന്ന അപ്പൊ വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഈ സാധനം ആശ്വാസകരമാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ കുറേ ദിവസമാണ് വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനാണ് കുറേ അധികം. ഇപ്പം നമ്മള് പാല് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന പാലുണ്ട്, മറ്റു പലവ്യഞ്ജന സാധനങ്ങളുണ്ട്. അതെല്ലാം കുറയുന്നത് നമുക്കൊരു കുടുംബ ബഡ്ജറ്റൊക്കെ ഒന്ന് സെറ്റ് ആകുമായിരിക്കും അല്ലേ? എല്ലാം ശരിയാണ്. പക്ഷേ ഞങ്ങളങ്ങനെ ഒന്നിനും കണക്ക് നോക്കാറില്ല. എന്ത് വില ആയാലും നമ്മൾ വാങ്ങിക്കും. കുറഞ്ഞാലും വാങ്ങിക്കും, കൂടുതലായാലും വാങ്ങിക്കും. എന്തപ്പോഴാ എന്നിട്ട് ചേച്ചി എന്തായാലും അങ്ങനെ കാര്യമായ ഒരു കാൽക്കുലേഷനോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാളല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വിപണിയിലൊക്കെ അങ്ങനെ ഒരു കാര്യത്തിൽ പ്രതിഫലിച്ച് വരുന്നതേ ഉള്ളൂ. വേറെ ആളുകളുണ്ട്, അല്ല പ്രതികരിക്കാൻ താല്പര്യമില്ല. നമ്മൾ രാവിലെ ഇവിടുത്തെ കച്ചവടക്കാരോടൊക്കെ സംസാരിച്ചിരുന്നു. അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നു. പഴയ സ്റ്റോക്കാണ് ഇരിക്കുന്നത്. അതിന് പഴയ റേറ്റിലാണ് എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ വിലക്കുറവില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് പഴയ റേറ്റിൽ മാത്രമേ ആ സാധനങ്ങൾ വിൽക്കാൻ പറ്റുള്ളൂ. അത് ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു ഇനി പുതിയ റേറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നികത്തുമോ അല്ലെങ്കിൽ പണം കിട്ടുമോ എന്നുള്ള കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ല. സംസ്ഥാനവും തന്നെ പറയുന്നത് ഇത്തരത്തിൽ നഷ്ടം സംസ്ഥാന സർക്കാരിന് തന്നെ GST വലിയ നഷ്ടം. സിജോ വി ജോണാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നത്.